നമസ്തേ. വിക്രമാദിത്യ കഥകളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പത്മാവതി രാജകുമാരിയുടെ കൊട്ടാരത്തിലെത്തിയ രാജകുമാരൻ പത്മാവതിയും ഒന്നിച്ച് കുറേ നാളുകൾ സുഖമായി ഉത്സാഹത്തോടെ കഴിഞ്ഞുകൂടുന്നു. അങ്ങനെയിരിക്കെ രാജകുമാരനിൽ മന്ത്രികുമാരൻ്റെ ഓർമ്മ മുളപൊട്ടുന്നു. തൻ്റെ പ്രിയ സുഹൃത്ത് ഇപ്പോഴും വൃദ്ധയുടെ വീട്ടിലുണ്ടാകുമോ? മന്ത്രികുമാരനെ സന്ധിക്കാനുള്ള ആഗ്രഹം കൂടി വന്നതോടെ പത്മാവതിയോട് രാജകുമാരൻ ഈ കാര്യം ധരിപ്പിക്കുന്നു. പക്ഷേ പത്മാവതിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ രാജകുമാരൻ പോകുന്നതിനോട് യാതൊരു താല്പര്യവും കാണുന്നില്ല. എങ്കിലും രാജകുമാരനോട് പറയുന്നു, കുമാരൻ മന്ത്രികുമാരനെ കണ്ടിട്ട് മടങ്ങിയെത്തുക. ഞാൻ അദ്ദേഹത്തിന് ഒരു വിശിഷ്ട സമ്മാനം തന്നുവിടുന്നുണ്ട്. രാജകുമാരിയുടെ കുടിലമായ മനസ്സിൽ മന്ത്രികുമാരനെ ഇല്ലായ്മ ചെയ്യാനുള്ള പദ്ധതികൾ നേരത്തെ തയ്യാറാക്കിയിരുന്നു. അതനുസരിച്ച് രാജകുമാരൻ്റെ കയ്യിൽ വിഷം ചേർത്ത പായസം കൊടുത്തുവിടുന്നു. ഇവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ശ്രവിച്ചത്. തുടർന്ന് കാണും. മന്ത്രികുമാരനെ കണ്ടുപിടിക്കുവാൻ രാജകുമാരന് വളരെയൊന്നും ബുദ്ധിമുട്ടേണ്ടതായി വന്നില്ല. അയാൾ പൂക്കാരി വൃദ്ധയുടെ ഭവനത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഏറെ ദിവസങ്ങളായി തന്നെ അന്വേഷിക്കാതിരുന്നതിൽ മന്ത്രികുമാരൻ പരിഭവിച്ചിരിക്കുകയായിരിക്കുമെന്ന് ഭയപ്പെട്ട രാജകുമാരൻ അനുനയ രൂപത്തിലും ക്ഷമാപണ രൂപത്തിലും ഒരു ദീർഘമായ പ്രഭാഷണം തന്നെ നടത്തി. അത് കേട്ട് ബുദ്ധിമാനായ മന്ത്രികുമാരൻ പറഞ്ഞു, ഇപ്രകാരമുള്ള അനുനയവും ക്ഷമാപണവുമൊന്നും എന്നോട് വേണ്ട പ്രഭു. അങ്ങ് ആനന്ദത്തോടെ ഈ ദിവസം അത്രയും കഴിച്ചുകൂട്ടി എന്ന് അറിയുന്നതിൽ പരം സന്തോഷം എനിക്ക് വേറെ ഉണ്ടാകുവാനില്ല. പല ദിവസങ്ങളായിട്ടും കാണാതിരുന്നപ്പോൾ ഞാൻ അല്പമൊന്ന് ഭയപ്പെട്ടില്ലെന്നില്ല. എന്തെന്നാൽ പരിതസ്ഥിതികൾ വെച്ച് നോക്കുമ്പോൾ അപ്രകാരമൊരു ഭയം തോന്നാവുന്നതാണല്ലോ. എൻ്റെ ജീവിതം അങ്ങയുടെ സുഖത്തിനും ശ്രേയസ്സിനും വേണ്ടി അർപ്പിച്ചിരിക്കുകയാണ്. ആ സ്ഥിതിക്ക് അവിടുത്തെ പേരിൽ എനിക്കെങ്ങനെ പരിഭവമുണ്ടാകും? അതുപോകട്ടെ, രാജകുമാരിക്ക് ക്ഷേമം തന്നെയല്ലേ? അങ്ങ് ഇങ്ങോട്ട് വരുന്നതെന്നറിഞ്ഞപ്പോൾ വളരെ വ്യസനിച്ചു കാണുമല്ലോ. എന്തു പറഞ്ഞു കുമാരി? അങ്ങ് എങ്ങനെ ആശ്വസിപ്പിച്ചു? സകല വസ്തുതകളും തുറന്നു പറയുക. കുമാരി വളരെ വ്യസനിച്ചു. എങ്കിലും ഒടുവിൽ ഞാൻ സമാധാനപ്പെടുത്തി. അതിന് ശേഷമാണ് അവൾ ഏങ്ങിക്കരച്ചിൽ നിർത്തിയത്. അങ്ങയുടെ ആത്മാവ് യഥാർത്ഥത്തിൽ അവിടെയാണ്, അങ്ങയുടെ ഉത്തമ സുഹൃത്തിൻ്റെ അരികിൽ. അങ്ങ് സന്തോഷമായി പോയി വരിക. കഴിവതും വേഗം മടങ്ങിയെത്തണം. അധിക ദിവസം പിരിഞ്ഞിരിക്കുവാൻ എനിക്ക് ശേഷിയുണ്ടാകില്ല. അതെന്നെ കൊന്നുകളയും. പറയും. കുമാരി ബുദ്ധിശാലിനിയാണ്. ആകട്ടെ, അങ്ങ് എനിക്ക് എന്തു കൊണ്ടുവന്നിട്ടുണ്ട്? തൻ്റെ ഭാണ്ഡക്കെട്ടിൽ നിന്ന് കുമാരി കൊടുത്തയച്ചിരുന്ന പായസപാത്രം വെളിയിലെടുത്ത് നീട്ടിക്കൊണ്ട് രാജകുമാരൻ പറഞ്ഞു, ഇതാ താങ്കൾക്ക് നൽകുവാനായി കുമാരി ഒരു വിശിഷ്ടമായ പാരിതോഷികം കൂടി തന്നയച്ചിരിക്കുന്നു. കുമാരി സ്വന്തം കൈകൊണ്ട് പാചകം ചെയ്ത പായസമാണിത്. യഥേഷ്ടം കഴിച്ച് സംതൃപ്തനായാലും ഞാനും കഴിക്കാം. എത്ര ദിവസങ്ങളായി നാം ഒന്നിച്ചിരുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട്. വരട്ടെ, ഞാനത് ഭക്ഷിക്കയില്ല. കൊടിയ വിഷമാണ് അതിൽ കലർത്തിയിരിക്കുന്നത്. താങ്കളും ഭക്ഷിക്കരുത്. ഇതിനകം അങ്ങ് അതിൻ്റെ രുചി നോക്കുക പോലും ചെയ്യാതിരുന്നുകൊണ്ടാണ് അങ്ങ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. കുമാര, ഒരു സ്ത്രീക്ക് അവളുടെ കാമുകൻ്റെ സ്നേഹിതൻ്റെ പേരിൽ ഒരിക്കലും സ്നേഹമുണ്ടായിരിക്കുകയില്ല. എൻ്റെ പേര് പോലും അങ്ങ് അവിടെ പ്രസ്താവിച്ചത് ബുദ്ധിശൂന്യതയായിപ്പോയി. എൻ്റെ വിശ്വാസമിത്രമേ, നിങ്ങൾ എന്തൊക്കെയാണിപ്പോൾ പറഞ്ഞത്? പത്മാവതിക്ക് നിങ്ങളെ വലിയ കാര്യമാണ്. അങ്ങനെയോ? എങ്കിൽ അവിടുന്ന് വളരെ സൂക്ഷിക്കണം. എൻ്റെ വാക്കുകളുടെ സത്യാവസ്ഥ ഞാനിത് അങ്ങയെ ബോധ്യപ്പെടുത്താൻ പോകുന്നു. മന്ത്രികുമാരൻ ഉടൻ തന്നെ പായസത്തിൽ നിന്നും കുറച്ചെടുത്ത് അവിടെ കിടന്നിരുന്ന ഒരു പശുവിന് കൊടുത്തു. ക്ഷണത്തിൽ പശു വിഷം ബാധിച്ച് മരണപരാക്രമങ്ങൾ കാണിച്ചുകൊണ്ട് അങ്ങോട്ടുമിങ്ങോട്ടും ഓട്ടമായി. ഒരു ഭയങ്കരമായ അലർച്ചയോടുകൂടി അത് ചത്തുവീഴുകയും ചെയ്തു. രാജകുമാരൻ ആ ഭീഭത്സ ദൃശ്യം കണ്ട് എന്തെന്നില്ലാതെ അന്താളിച്ചുപോയി. ഇത് കണ്ട മന്ത്രികുമാരൻ തികച്ചും അക്ഷോഭ്യനായി പറഞ്ഞു, ഞാൻ എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെന്നായിരുന്നു അങ്ങയുടെ വിചാരം അല്ലേ? ഞാൻ അക്കാര്യത്തിൽ അങ്ങയെ ഒട്ടും തന്നെ കുറ്റപ്പെടുത്തുന്നില്ല.
സ്ത്രീവർഗത്തിൽ സാധാരണ കണ്ടുവരുന്ന ഒരു സാഹസവൃത്തി ഇവിടെയും പ്രകടമായി. അത്രമാത്രം. കുമാരിയുടെ നടപടികൾ ഞാൻ ആദ്യം മുതൽക്കേ തന്നെ സംശയദൃഷ്ടിയോടുകൂടിയാണ് വീക്ഷിച്ചു വന്നത്. എനിക്ക് അതിന് മതിയായ കാരണവുമുണ്ട്. പ്രേമത്തിൻ്റെ തിരത്തള്ളലിൽപ്പെട്ട് നട്ടം തിരിയുന്ന കുമാരിയെ സംശയഭീതി ഒരു സാഹസികയാക്കി തീർത്തു. അങ്ങയുടെ കൂടെയുള്ള ജീവിതത്തിന് അങ്ങയുടെ കൂട്ടുകാരനും ഉപദേഷ്ടാവുമായ ഞാൻ ഒരു പ്രതിബന്ധമായിരിക്കുമെന്ന് കുമാരി ധരിച്ചുപോയി. തൽഫലമായി അറ്റകൈ തന്നെ പ്രയോഗിച്ചു കളയാമെന്ന് അവർ തീരുമാനിക്കുകയും ചെയ്തു. അതിൽ അസാധാരണമായി യാതൊന്നുമില്ല. ഈശ്വരകാരുണ്യത്താൽ അങ്ങും ഞാനും മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഈ കപടതന്ത്രമൊന്നും അറിയാത്ത മട്ടിൽ അങ്ങ് പൂർവാധികം സ്നേഹത്തോടുകൂടി കുമാരിയോട് പെരുമാറുകയാണ് വേണ്ടത്. വേണ്ട, വേണ്ട. ഇനിയും അവളുമായി യാതൊരുവിധ സമ്പർക്കവും എനിക്ക് ആവശ്യമില്ല. വിഷം നിറച്ച കനക കുംഭമാണ്, ഭയങ്കര പിശാച്. ഒരിക്കലുമല്ല. കുമാരിക്ക് അങ്ങയുടെ പേരിലുള്ള പ്രേമം അത്യഗാധമാണെന്ന് സമ്മതിച്ചേ തീരൂ. അങ്ങ് അവിടെ വച്ച് അങ്ങേക്ക് ഒരു ഉറ്റ സുഹൃത്തുണ്ടെന്ന വസ്തുത അറിയിച്ചതാണ് കുഴപ്പങ്ങൾക്കെല്ലാം വഴിതെളിച്ചത്. താങ്കൾ എന്നോട് യാതൊരു സമാധാനവും പറയേണ്ടതില്ല. ഇത്തരത്തിലുള്ള രക്തരാക്ഷസിയുമായി സഹവസിക്കുന്നത് ഒരിക്കലും ബുദ്ധിപൂർവകമല്ല. ഈ നിമിഷം വരെ പരിശുദ്ധമായ പ്രണയം എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നു. ഇപ്പോഴാകട്ടെ അതെല്ലാം എന്നേക്കുമായി അവസാനിച്ചിരിക്കുന്നു. കരാളമായൊരു ദുസ്വപ്നം പോലെ അവളെപ്പറ്റിയുള്ള ചിന്തകൾ എൻ്റെ ചിത്തത്തിൽ നിന്ന് എന്നേക്കുമായി മറഞ്ഞുപോട്ടെ. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി കുമാരിയെ ഈ ദൂഷിത വലയത്തിൽ നിന്ന് വീണ്ടെടുത്ത് അങ്ങയുടെ കൊട്ടാരത്തിലേക്ക് ആനയിക്കാനുള്ള പദ്ധതിയാണ് ആവിഷ്കരിച്ച് പ്രാവർത്തികമാക്കേണ്ടത്. പ്രിയ സുഹൃത്തെ, അങ്ങനെയാണെങ്കിൽ അത് നടപ്പിലാക്കുന്നതിന് അങ്ങയെക്കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ശരി, അങ്ങനെയെങ്കിൽ അതിലേക്കുള്ള മാർഗനിർദ്ദേശം ചെയ്യുവാൻ ഞാനിതാ സന്നദ്ധനായിരിക്കുന്നു. അവിടുന്ന് ഉടൻ തന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ട് രാജകുമാരിയുടെ കൊട്ടാരത്തിലേക്ക് പോകണം. പഴയ സൂത്രവാതിലിടെ തന്നെ കുമാരിയുടെ ഉറക്കറയിൽ പ്രവേശിച്ച് കുമാരിയുമായി യഥേഷ്ടം പ്രേമലീലകളിൽ ഏർപ്പെട്ടുകൊള്ളുക. ഇത്ര സമയം പിരിഞ്ഞിരുന്നത് പോലും അസഹ്യമായിരുന്നെന്ന മട്ടിൽ പ്രേമചാബല്യങ്ങൾ പ്രകടിപ്പിച്ചുകൊള്ളുക. അനന്തരം കുമാരി തളർന്ന് ഗാഠനിദ്രയിൽ അമരുമ്പോൾ അങ്ങ് അവളുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന രക്തമാല അപഹരിച്ച് അവളുടെ ഇടത്തെ തുടയിൽ അടയാളം മാഞ്ഞു പതിയുമാറ് 3 നക്ഷത്രങ്ങൾ ഏൽപ്പിച്ച ശേഷം രാത്രിയിൽ തന്നെ ഇങ്ങോട്ട് മടങ്ങിപ്പോരുക. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ വേണ്ട വിധം നിർവഹിച്ചുകൊള്ളാം. മന്ത്രികുമാരൻ്റെ ഈ വിധമുള്ള നിർദ്ദേശങ്ങൾ ശിരസാ വഹിച്ചുകൊണ്ട് രാജകുമാരൻ രാത്രിയിൽ തന്നെ പത്മാവതിയുടെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു. ഒളിവാതിലിലൂടെ കുമാരിയുടെ ശയനഗൃഹത്തിലേക്ക് പ്രവേശിക്കുവാൻ അദ്ദേഹത്തിന് ഏതും പ്രയാസമുണ്ടായില്ല. വിരഹാർത്തിയായി കഴിഞ്ഞിരുന്ന കുമാരി അദ്ദേഹത്തെ അനിയന്ത്രിതമായ രാഗാവേശത്തോടുകൂടി സ്വീകരിച്ചെന്ന് പറയേണ്ടതില്ലല്ലോ. വളരെ സമയം അവർ പ്രേമഭാഷണങ്ങൾ നടത്തി. ചിരിച്ചു, കളിച്ചു, രസിച്ചു. സർവവും മറന്ന് ദിവ്യമായ പ്രേമാനുഭൂതിയിൽ ലയിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ കുമാരി ഗാഠനിദ്രയിൽ ലയിക്കുകയും ചെയ്തു. രാജകുമാരൻ ശ്വാസശബ്ദം പോലും അടക്കി മഞ്ചത്തിൽ നിന്നെഴുന്നേറ്റു. അപ്പോഴും അദ്ദേഹത്തെ ആശ്ലേഷിച്ചിരുന്ന കുമാരിയുടെ മൃദുലമായ കൈകൾ മെല്ലെ തൻ്റെ ശരീരത്തിൽ നിന്നും മലർത്തി മാറ്റി. കുമാരിയുടെ കഴുത്തിൽ അണിഞ്ഞിരുന്നതും കൂരിരുളിൽ പോലും വെട്ടിത്തിളങ്ങിയിരുന്നതുമായ രത്നമാല ഊരിയെടുത്തു. അനന്തരം അവളുടെ ഇടത്തെ തുടയിൽ 3 നക്ഷതമേൽപ്പിക്കുകയും ചെയ്ത ശേഷം കുമാരൻ പഴയ ഗൂഢവാതിലിലൂടെ തന്നെ കടന്ന് അന്ധകാരത്തിൽ മറയുകയും ചെയ്തു. അദ്ദേഹം നേരെ മന്ത്രികുമാരൻ്റെ അടുത്തെത്തി തൻ്റെ നിശാപര്യടനത്തിൻ്റെ പൂർണ്ണ വിവരങ്ങൾ അറിയിച്ച് കുമാരിയുടെ മുത്തുമാലയും അയാളെ ഏൽപ്പിച്ചു. മന്ത്രികുമാരൻ തികച്ചും സംതൃപ്തനായി. അന്ന് രാത്രി തന്നെ അവരിരുവരും തങ്ങളുടെ താമസ സ്ഥലം വിടുകയും ചെയ്തു. പ്രേമത്തിന് കണ്ണില്ല എന്നാണല്ലോ അല്ലേ? അതുപോലെ തന്നെ കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലഭം എന്ന് നമ്മുടെ വിശ്വകവി കുഞ്ചൻ നമ്പ്യാർ പാടിയതും ഇവിടെ ഓർമ്മ വരുന്നു. ഏതായാലും എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. നന്ദി.